ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി ടോട്ടൽ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ്. നമുക്ക് വലിയ ട്രേഡുകളൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയ ട്രേഡാണെങ്കിൽ 20 പോയിൻറ്റ് 1:1 1:2 അങ്ങനെയൊക്കെ ലെവലിലാണ്. നമുക്ക് സെൻസസിലും നിഫ്റ്റിയിലായിരുന്നു ഇന്ന് ഞാൻ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് രണ്ടും ഈ പറഞ്ഞ രീതിയിൽ 1:1 ആണ്, 1:2 ആണ്. ഈ പറഞ്ഞ റേഞ്ചിലായിരുന്നു പ്രോഫിറ്റ് വന്നേക്കുന്നത്. ഒരു എസ്എല്ലിൻ്റെ ഡയറക്റ്റ്ലി അടിച്ചിട്ടുമുണ്ട്, ഒരു കോസ്റ്റ് ജോസ്റ്റും പോയിട്ടുണ്ട്. ബാക്കി 4 ട്രേഡ് ഉണ്ടായിരുന്നത്. ഈ കാണുന്നതാണ് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. കറക്റ്റ് ക്യാൻഡിൽസൊക്കെ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. വേറെ എങ്ങോട്ടും മൂവ്മെൻ്റ് ഒന്നും ആയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ട് ട്രേഡിങ്ങിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ബിഗിനർന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആ വീഡിയോ നമുക്ക് ടെലിഗ്രാമിൽ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ഹായ് ഇട്ടാൽ മതി. ഞാൻ വീഡിയോ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. നമ്മളിന്ന് ക്രൂഡ് ഓയിലാണെങ്കിലും BTCയിലാണെങ്കിലും ഒന്നും ട്രേഡ് കൊടുത്തിട്ടില്ല. ഇന്നൊരു മൂവ്മെൻറ്റ് ടോട്ടൽ എല്ലാത്തിലും ഇല്ല, മനസ്സിലായില്ലേ. പിന്നെ സ്റ്റോക്ക് തന്നെ സ്പെഷ്യലി ചെയ്യാറില്ല, സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് കൊടുക്കാറില്ല, പിന്നെ സ്റ്റോക്കിലേക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ടോട്ടൽ ഇന്ന് അല്ലാതെ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോൾ ക്രൂഡ് ഓയിലിൽ ഒരു മൊമെൻറ്റം വരുമായിരിക്കും എന്ന് വിചാരിക്കണം. ഞാൻ അപ്പോൾ ഒന്ന് നോക്കിയിരുന്ന സ്ട്രൈക്കുകളും ഈ കാണേണ്ടതാണ്. ഇത് 25,500 P ആണ്. ഇത് ഡയറക്റ്റ്ലി SL ആണ്. കറക്റ്റായിട്ട് ക്യാൻഡിൽ 123ൻ്റെ മുകളിൽ കയറി, പിന്നെ ഡയറക്റ്റ്ലി അടിയിലേക്ക് പോരുകയാണ് ചെയ്തത്. കാര്യം 10 മിനിറ്റ് കൊണ്ട് അത് 10 പോയിൻറ്റ് SL അടിച്ചിട്ടുണ്ട്. ഇത് 83,700 P ആണ്. ഇതിൽ ട്രേഡ് ആക്ടിവേഷൻ നടന്നിട്ടില്ല. പിന്നെ നമുക്കുണ്ടായിരുന്നത് 25,700 C ആണ്. 25,700 Cയിൽ ഒരു 1:2ൻ്റെ മുകളിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ നന്നായിട്ട് ഹോൾഡ് ചെയ്യണം, എന്നാലാണ് ഈ 1:2 ഒക്കെ കിട്ടുള്ളൂ. വെറുതെ ഈസി ആയിട്ട് കിട്ടണ 1:2 അല്ല, ഹോൾഡ് ചെയ്താലേ കിട്ടുള്ളൂ. പിന്നെ നമുക്കുണ്ടായിരുന്നത് 84,000 P ആണ്. ഫസ്റ്റ് ട്രേഡ് നമുക്ക് കോസ്റ്റ് ആണ്. കോസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 10 പോയിൻറ്റോ 15 പോയിൻറ്റോ SL പോയിൻ്റ് ആവും. നമ്മൾ സെൻസസിൽ ഇടുന്ന സ്റ്റോപ്പ് ലോസ് 40 പോയിൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 10 പോയിൻറ്റ് അല്ലെങ്കിൽ 15 പോയിൻറ്റ് ചിലപ്പോൾ പോയിൻ്റ് ആകും. കോസ്റ്റ് എക്സിറ്റ് അടിക്കാനുള്ള ഒരു വകുപ്പ് ഫസ്റ്റ് ട്രേഡിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതല്ല, രണ്ടാമത്തെ ട്രേഡിലാണെങ്കിൽ 1:1 പോയിട്ടുണ്ട് 40 പോയിൻറ്റ്. അങ്ങനെയാണ് റിക്കവറി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഉണ്ടായിരുന്നത് 25,650 C ആണ്. 25,650 Cയിൽ ഈ 161.95 എന്ന് പറഞ്ഞ ഈ പ്രൈസിലാണ് എൻട്രി ചെയ്തത്. അടിയിലത്തെ 137.75 ഇല്ല, 161.95. അപ്പോൾ അതിലാണ് എൻട്രി. അപ്പോൾ അത് എൻട്രി ആക്ടിവേഷൻ നടന്നിട്ടില്ല. ഇവിടെ നിന്നുള്ള പ്രോഫിറ്റ് ഒന്നും ഇല്ല, ഇവിടെ നിന്ന് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ 25,550 P ഇതൊന്നും ട്രേഡ് ആക്ടിവേഷൻ നടന്നിട്ടില്ല. അപ്പോൾ ടോട്ടൽ ഇത്രയും കാര്യമാണ് നടന്നേക്കുന്നത്. വലിയ മൊമെൻ്റ് ഒന്നും ഇല്ലാത്തൊരു മാർക്കറ്റാണ്. സീറോ മൊമെൻറ്റം ഇന്നത്തെ ദിവസത്തിന് വേണമെങ്കിൽ അങ്ങനെ വിളിക്കുക. സീറോ മൊമെൻറ്റം, ഓൺലി സെല്ലേഴ്സിന് അനുകൂലമായിട്ടുള്ള ഒരു മാർക്കറ്റ് സിനാരിയോ ഇന്ന് നടന്നേക്കണത്. അപ്പോൾ നിങ്ങൾ ട്രേഡിങ്ങിക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പഠിച്ചിട്ടൊക്കെ വരിക. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മൊമെൻ്റ് ഇല്ലാത്ത ദിവസത്തിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ SL വരും. SL വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 SL അല്ലെങ്കിൽ 3 SL അടിച്ച് കഴിഞ്ഞാൽ ഇറങ്ങുക. അന്നത്തെ ദിവസത്തെ പരിപാടി നിർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമുക്കൊന്ന് ഒരു SL വന്നു, പിന്നെ ഒരു പ്രോഫിറ്റ് വന്നു. അപ്പോൾ അവിടെ അങ്ങനെ കവറായി പോകുന്നല്ലാണ്ട് വേറൊരു നല്ലൊരു പ്രോഫിറ്റ് എന്നുള്ള രീതിക്കൊന്നും പോവില്ല. അപ്പോൾ നിങ്ങളങ്ങനെയാണ് ചെയ്ത് പഠിക്കേണ്ടത്. ഇപ്പോൾ SL വരില്ല എന്നൊന്നും ഒരാളെ കൊണ്ടും പറയാൻ പറ്റില്ല. അല്ലേ, മാർക്കറ്റ് എന്ന് സൈഡ് വൈസ് ആവില്ല, ഇന്ന് മൊമെൻറ്റം കിട്ടും എന്ന് വെച്ചാൽ എനിക്ക് ട്രേഡ് എടുക്കണം എന്ന് വെച്ചിട്ട് ഇരിക്കാനും പറ്റില്ല. മാർക്കറ്റ് മൊമെൻറ്റം തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. നമ്മൾക്ക് എപ്പോഴും വേണ്ടത് ഒരു ബൈയിങ് പ്രൈസാണ്. നമുക്ക് എക്സാക്റ്റ്ലി ഒരു ബൈയിങ് പ്രൈസ് ഉണ്ടായിരിക്കണം. എവിടെ ബൈ ചെയ്യുന്നു, എവിടെ ഞാൻ ട്രേഡ് എടുക്കുന്നു നമുക്കൊരു ബോധ്യം വേണം. അവിടെയാണ് ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. ആ ഒരു സെറ്റപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ മെത്തേഡിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. അതർവൈസ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ ദിവസം. എൻ്റെ ടെലിഗ്രാം ചാനൽ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ മാക്സിമം ഞാൻ പിൻ ചെയ്തിട്ടുള്ള വീഡിയോസ് കാണുക, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിൽ ഈ ചാനലിൽ കിടക്കുന്ന വീഡിയോസ് കാണുക. എന്നാലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ABCD മനസ്സിലാവുള്ളൂ. എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യുമ്പോൾ ഞാനൊരു പ്രൈസ് വന്നു കഴിഞ്ഞാൽ അവിടെ ടച്ച് ചെയ്ത ബൈ എടുക്കണ പരിപാടിയല്ല. അതിൽ ടൈം എടുത്തിട്ടാണ് നമുക്ക് ബൈയും കിട്ടുക. ചാടിക്കയറി പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി SLകൾ വരും. ട്രെൻഡിങ് ഒക്കെ ആകുമ്പോൾ ഓക്കെയാണ്. ട്രെൻഡിങ് അല്ല ഇന്നത്തെ പോലത്തെ ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SLകളെ വരുള്ളൂ. അപ്പോൾ മാക്സിമം കണ്ടീഷൻ ആക്ടിവേറ്റ് ആവണവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത്രയ്ക്കുള്ള അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. തിങ്കളാഴ്ചയാണ് ട്രെയിൻ ഡേ ഉള്ളത്. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച ആണ്. ഓക്കെ, ബൈ.